അഭിലാഷ് നമസ്കാരം. ആദ്യം തന്നെ അഭിലാഷ് ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. ബിഗ് താങ്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഏറ്റവും സ്നേഹത്തോടുള്ളൊരു നന്ദി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കോഴ്സിന് ചേരുമ്പോഴോ അതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴോ ഒന്നും ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു ഔട്ട്കം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല സത്യമായിട്ടും. കാരണം ഞാനിതുവരെ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ കോഴ്സുകൾക്കൊന്നും ചിലവാക്കിയിട്ടില്ല. എങ്കിൽ തന്നെയും എന്തായാലും ഒരു അറ്റംപ്റ്റ് നടത്തിയേക്കാം. കാരണം എന്തായാലും കുറേ പല കാര്യങ്ങൾക്കായിട്ട് ഞാൻ കാശ് ചിലവാക്കുന്നതാണ് പല കാര്യങ്ങൾക്ക്. അപ്പോൾ അതുപോലെ ഒന്ന് നോക്കാം, ഒരു പരീക്ഷണം നടത്താം. അത്രയാണ് ഞാൻ മനസ്സിലന്ന് ഇത് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഇന്നത്തെ ലാസ്റ്റ് സെഷനും കൂടി കഴിഞ്ഞപ്പോൾ ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് മാറുമായിരുന്നൊരു തോന്നലാണ്. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് തുടക്കം മുതലേ ഓരോ സമയത്തും അഭിലാഷിയോട് വളരെ ഒരു റെസ്പെക്ട് തോന്നിയിരുന്നു. പ്രായം കൊണ്ട് എന്നേക്കാളൊക്കെ ഒരുപാട് എളുപ്പമാണെങ്കിലും ആ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പം ട്രേഡിങ്ങായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ കൊണ്ടുവരേണ്ട കുറേ അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് ആ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരുപാട് അത്തരത്തിലുള്ളൊരു റെസ്പെക്റ്റ് ലഭിക്കേണ്ട ഒരാളായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം എനിക്ക് എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ ശരിക്കും എനിക്ക് പറഞ്ഞു തരുന്നത് അത് അത്രയൊരു വളരെ ഒരു ഇൻറ്റിമസി ഉണ്ടായിരുന്നു അതിനകത്ത്. അഭിലാഷിച്ച എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഞാൻ പറയുന്ന ട്രേഡിങ്ങായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, മറ്റു പുറത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇതിൽ കൂടെ നമ്മളെ കൊണ്ടുവന്നിട്ട് പിന്നെ ട്രേഡിങ്ങിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഇന്നത്തെ സെഷനിൽ എന്താ പറയുക, ഞങ്ങളിപ്പോൾ തൃശ്ശൂർക്കാർ പറയുകയാണെങ്കിൽ തൃശ്ശൂർ നമ്മൾ പൂരത്തിന് വെടിക്കെട്ട് എന്ന് പറയും. ആ വെടിക്കെട്ടിനൊരു പ്രത്യേകത അവസാനം ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ട്. നമുക്ക് ആ സമയം ഭയങ്കര ഒരു ഇതായിരിക്കും. കൂട്ടപ്പൊരിച്ചിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. എനിക്കറിയില്ല അഭിലാഷ് ചെയ്ത് പങ്കെടുത്തിട്ടൊന്നും അറിയില്ല. പക്ഷെ അതിനെ ആ കൂട്ടപ്പൊരിച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇന്ന് ശരിക്കും ആ ഒരു കൂട്ടപ്പൊരിച്ചിലാണ് നടന്നത്. ഭയങ്കര നമ്മൾ പ്രതീക്ഷിച്ച അതുപോലെ ഒന്നും ആയിരുന്നില്ല. ഈ ട്രേഡിങ്ങായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്ട്രാറ്റജികൾ പറയുന്നതിനെക്കുറിച്ച് അത് പറഞ്ഞു തന്ന അങ്ങനെ ഒരു ഒഴുക്കമട്ടിലുള്ളൊരു ഇതായിരുന്നില്ല. ഇത് ശരിക്കും നമ്മളെ മാനസികമായിട്ട് തയ്യാറാക്കിയിരുന്നു എന്നുള്ള വലിയൊരു കാര്യം. അതിനുശേഷമാണ് നമുക്കിതെല്ലാം തരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ തന്നെ എല്ലാവരുടെയും ആ ഒരു കോൺഫിഡൻസ് ലെവലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഉള്ള ഒരു ഡെവലപ്മെൻറ്റ് ഭയങ്കരമായിരിക്കും. എന്തായാലും അതിൻ്റെ ഔട്ട്കം നമുക്ക് വരും നാളുകളിൽ നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഒരു പ്രത്യേക ദിവസം കൂടിയാണ്. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാനത് പറയണമെന്ന് വിചാരിച്ചപ്പോഴും മറന്നുപോയി. ഗ്രൂപ്പിൻ്റെ നമ്മളുടെ ഒരു ആ സമയത്ത് അത് എല്ലാവരും പിന്നെ വളരെ ത്രില്ലായിരുന്നു. അപ്പോൾ നാളെ എൻ്റെ പിറന്നാൾ കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ ഒരു പിറന്നാൾ സമ്മാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സമ്മാനം കൂടിയാണിത്. കാരണം എൻ്റെ ലൈഫിൻ്റെ അടുത്ത ഭാഗത്തേക്കുള്ളൊരു സമ്മാനമാണ് ഇന്ന് അഭിലാഷിച്ച് എനിക്ക് തന്നത്. എന്തായാലും വളരെ നന്ദിയുണ്ട്. താങ്ക് യു സാറേ. നമസ്കാരം. ക്ലാസ് കഴിഞ്ഞ് ഇവിടുന്ന് പോണേക്കാൾ മുന്നേ തന്നെ സാറിനോടൊന്ന് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ കുറച്ചുണ്ട്. പിന്നെ എല്ലാവരും അങ്ങനെ പറയാൻ തുടങ്ങിയത് പെട്ടെന്ന് കഴിയില്ല, അതുകൊണ്ട് വീഡിയോ ആയിട്ട് ഇടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് സാറിനോട്. ആദ്യം തന്നെ വലിയൊരു നന്ദി പറയണു. കാരണം ഒരു ക്ലാസ് എടുത്ത് തന്നുകൊണ്ട് മാത്രമൊന്നുമല്ല, സാറിൻ്റെ അറിവ് ഞങ്ങൾക്ക് ഫുള്ളായിട്ട് ഷെയർ ചെയ്തതിൻ്റെ നന്ദിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനേക്കാൾ ഉപരി നമുക്ക് ജീവിതത്തിനെ കുറച്ചുകൂടി ധൈര്യത്തോടു കൂടി നേരിടാനും നമ്മുടെ വലിയ വലിയ ലക്ഷ്യങ്ങൾ കാണാനും എന്നെ പഠിപ്പിച്ച സാറാണ്. കാരണം നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ എപ്പോഴും ഗുരുസ്ഥാനത്ത് നമ്മൾ കാണുന്ന കുറേ ആളുകളുണ്ട്. അത് പ്രൊഫഷണൽ കരിയറിലുണ്ടാവാം, നമ്മുടെ ബാക്കിയുള്ള കുറേ കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരെ ഗുരുക്കന്മാരായിട്ട് കണക്കാക്കും. അപ്പോൾ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് സാറ്. പ്രായമോ അതൊന്നും മാത്രമല്ല, സാറിനുള്ളേക്കാളും എനിക്ക് പലപ്പോഴും ഒരു ഫ്രണ്ടായിട്ടും അതുപോലെ ഒരു ബ്രദറായിട്ടൊക്കെ തോന്നിയിട്ടുള്ള ഒരാളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പരിചയം ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മളധികം കുറച്ച് കാലത്ത് ബന്ധമല്ലുള്ളൂ. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിന് മാത്രമല്ല പറയണത്, ഇതിന് മുന്നേ തന്ന ഇത്രയും കാലം ഞങ്ങൾക്ക് തന്ന അറിവിനാണ് സാറോട് നന്ദി പറയണത്. കാരണം അതെല്ലാവരും കാണിക്കുന്ന ഒരു മനസ്സല്ലല്ലോ. അതായത് ചെറിയ ഫീസ് വാങ്ങിയിട്ടാണെങ്കിൽ പോലും ഇത് ഷെയർ ചെയ്യാന്ന് പറയുന്നതും നമുക്കിതൊരു ജീവിതകാലത്തേക്ക് മുഴുവനുള്ള ഒരു ലെസൺ ആണല്ലോ തരുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഇത് സാർ തന്ന എക്സൽ ഷീറ്റ് ഇനി തൊടാൻ പോകില്ല. കാരണം അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആണ് സാറിൻ്റെ കാര്യത്തിൽ, സാറ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള അറിവിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് മാത്രമായിട്ടല്ല നന്ദി പറയണേ, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകം നന്ദി പറയണം. സാറിന് എല്ലാവിധ ബ്ലെസ്സിങ്ങും ഉണ്ടാവട്ടെ. സാറിനും ഫാമിലിക്കും മക്കൾക്കും സാറ് എഴുതി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേഗം വേഗം നടക്കട്ടെ. ഈ അവസരത്തിൽ സാറ് പറഞ്ഞൊരു കാര്യം ഇപ്പോഴല്ല, നമ്മുടെ തുടക്കത്തിൽ, ഇതെൻ്റെ 2 ഡയറികളിൽ ഒന്നാണ്. ഇതിൽ ഞാനൊരു ചെറിയ എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു 100 കോടിയാണ്.
100 കോടി എനിക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ആവശ്യമില്ല. പക്ഷേ ഞാൻ സ്വപ്നം കാണാൻ, ഇത്ര വലിയ എമൗണ്ട് സ്വപ്നം കാണാൻ പഠിച്ചത് ഈ അടുത്താണ്. അപ്പം അന്ന് ഞാൻ ഒരു 3 മാസം നവംബറിലാണ് എഴുതിയിട്ടുള്ളത്. നവംബറിൽ എഴുതുമ്പോൾ ഞാൻ അതിലൊരു ഡേറ്റ് വെച്ചിട്ടുള്ളത് 20 കൊല്ലം കഴിഞ്ഞ് എൻ്റെ ഒരു 26/7 എന്ന് പറഞ്ഞൊരു ഡേറ്റാണ്. അതായത് എൻ്റെ ബർത്ത്ഡേ ആണ്, 60 വയസ്സ് തികയുമെന്ന്. അന്ന് 100 കോടി ഉണ്ടാവണമെന്ന് അന്ന് എഴുതുമ്പോൾ സത്യം പറഞ്ഞാൽ ഫുള്ള് വിശ്വസിച്ചിട്ടൊന്നല്ല എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ബുക്ക് വായിച്ചു, സാറിൻ്റെ കമൻറ്റുകൾ കേട്ടു. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് സത്യത്തിൽ അന്ന് എഴുതിയത്. പക്ഷെ ഇപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാനത് ഉണ്ടാക്കും സാറേ. സാറിൻ്റെ ഹെൽപ്പൊക്കെ ചിലപ്പോൾ വേണ്ടി വരും, ചിലപ്പോൾ വല്ല കമൻറ്റുകളോ സപ്പോർട്ടിലൊക്കെ വേണ്ടി വരും. അതില്ലാന്നോ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ള ധൈര്യം കൊണ്ട്, ഓവർ കോൺഫിഡൻസ് കൊണ്ട് പറയണതല്ല. ഞാൻ സാറ് തന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. എല്ലാം ഈ പറഞ്ഞ പോലെ 1-2 തവണ ഫുള്ളായിട്ട് പഠിച്ച്, അത് അത്രയും തവണ ഞാൻ കുറേ ട്രേഡുകൾ പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ട്രേഡുകളുണ്ട്. ഇനി ഇപ്പം നമുക്ക് കിട്ടിയ ഈ പുതിയതായിട്ട് പഠിച്ച കാര്യങ്ങൾ മാത്രം പാലിക്കാനും ആ 10 ട്രേഡ് എടുക്കാനും മാത്രമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ എനിക്കറിയാം എൻ്റെ ക്യാപിറ്റൽ അത്ര വലുതല്ല എന്നറിയാം. ഇപ്പോൾ സാറ് ഇപ്പോൾ ഇതിൽ കണ്ട എമൗണ്ട് ആവാനുള്ള ചിലപ്പോൾ ക്യാപിറ്റൽ കുറവുണ്ടാവാം. പക്ഷേ ആ ക്യാപിറ്റൽ ഞാൻ പരിശ്രമിച്ച് എനിക്ക് എത്തിക്കാൻ പറ്റും. കാരണം എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ബിസിനസ് ഉണ്ട്. പലപ്പോഴും ഞാൻ ബിസിനസ് എൻജോയ് ചെയ്യാൻ പാകത്തിൽ മാത്രം ബിസിനസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ബിസിനസ് അങ്ങനെ ഒരുപാട് വലുതായി പോകണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോ വർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്ര എണ്ണ ഞാൻ എടുക്കുകയുള്ളൂ. അപ്പം ഞാനൊന്ന് മനസ്സ് വെച്ചാൽ എനിക്ക് ഇതിലേക്ക് ഫണ്ട് കൊണ്ടുവരാൻ പറ്റും. ഞാനത് ചെയ്യും, എന്തായാലും ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സമ്പാദ്യവും ഞാൻ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഇപ്പം ഞാൻ തന്നെ എടുക്കണ തീരുമാനമാണ്. കാരണം ആ ഒരു കോൺഫിഡൻസ് ആണ് താറ് തന്നിരിക്കുന്നത്. അല്ലാതെ ഒരു കമൻറ്റ് കേട്ട് എടുക്കേണ്ട ഡിസിഷനല്ല. നമ്മൾ ഇത്ര ദിവസം പഠിച്ചതും ഇന്നത്തെ ക്ലാസ്സും കൂടി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഫുള്ള് കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ രീതിയിലും പ്രിപ്പയർഡാണ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും, അമ്മയ്ക്ക് അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല, ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ മക്കൾക്കും വൈഫിനൊക്കെ ഫുള്ളായിട്ട് അറിയാം. അപ്പോൾ ഇതും എൻ്റെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഈ 2 ബിസിനസ് എനിക്ക് ഒരുമിച്ച് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എനിക്കൊരു ബിസിനസ്സിന് ഒരു വഴികാട്ടി ആയതിന് സാറോട് പ്രത്യേകം നന്ദി. എന്നും ഈ ബന്ധം ഇതുപോലെ നിലനിർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. സാറ് നാട്ടിൽ വരുമ്പോൾ കാണണമെന്നും കുറച്ച് സമയം സാറിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാം നടക്കട്ടെ. സാറിന് എല്ലാവിധ സക്സസ്സും നേരിടും. ഹായ് സാർ, ക്ലാസ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം വളരെ ഒരു ക്ലിയർ കട്ട് ഒരു ഹോപ്പ് കിട്ടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. എത്ര പൈസ ഇട്ടാലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മുന്നോട്ട് എങ്ങനെ പോകണം, ഈ പഠിക്കുന്ന സ്കില്ല് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന സ്കില്ലാന്നുള്ളതും ഒരു പ്രതീക്ഷയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ്. കുറേ പേടി ഒഴിവായി കിട്ടും നമുക്ക്. സാധാരണ നമ്മൾ ഏത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റ് ഒരു നോട്ടുണ്ടായിരിക്കും, ഫുഡ് നോട്ട്, ഓൾവേസ് മാർക്കറ്റ് ഈസ് റിസ്കി, നിങ്ങളുടെ പൈസ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലങ്ങനെയൊന്നുമില്ല. സാർ ചെയ്യുന്ന സെയിം സ്ട്രാറ്റജി നമുക്കും പറഞ്ഞു, നമ്മളെയും കൂടെ കൊണ്ടു നടക്കുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ കോൺഫിഡൻസ് വളരെയധികം ഹൈ ആണ്. എന്തായാലും കോഴ്സ് പ്രൊവൈഡ് ചെയ്തതിന് സാറിന് വളരെയധികം താങ്ക്സ്. ഹലോ സർ, സോറി അബൌട്ട് ദ ഡിലേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് പരസഹായം വേണം, അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത് കേട്ടോ. ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് പറഞ്ഞ മാതിരി നൗ ഫൈനലി ഐ ക്യാൻ സ്റ്റാർട്ട് മേക്കിംഗ് മണി എന്ന് തോന്നുന്നു. ഞാൻ പഠിച്ച് അങ്ങേയറ്റായി, പക്ഷെ ഒന്നും എനിക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഐ ഫീൽ കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ആം ഓൺ മൈ വേ ടു മേക്കിംഗ് മണി എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് എന്തായാലും ആയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. പിന്നെ ആ സാറ് പറഞ്ഞ വോക്സ് പ്രിൻസിപ്പിൾ, ഐ തിങ്ക് അതിൽ മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഞാൻ ചെയ്യുന്നതാണ്. ഓം ചാൻഡിങ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കത് വളരെ അലൈൻഡായിട്ട് തോന്നി. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന വേറൊരു ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ബീയിങ് ഇൻ ദ ഫ്ലോ എന്ന്. അപ്പോൾ വെൻ യു ആർ ഇൻ ദ ഫ്ലോ തിങ്സ് ഗെറ്റ് അലൈൻഡ് എന്ന്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു ഐ ആം ഇൻ ദ ഫ്ലോ ആൻഡ് തിങ്സ് ആർ ഗെറ്റിംഗ് അലൈൻഡ് ഇൻ മൈ വേ. അപ്പോൾ ഫൈൻഡിങ് യു വാസ് ലൈക്ക് അഗെയിൻ ബീയിങ് ഇൻ ദ ഫ്ലോ. അപ്പോൾ എനിക്ക് വേണ്ടത് എന്താണ്, ഐ ബിലീവ് ദറ്റ് ഐ ഹാവ് ഫൗണ്ട് ദി റൈറ്റ് മെൻറ്റർ നൗ in this stock market journey. I have been learning from too many people and I didn't
get into any conclusion doing that. So ഇപ്പോൾ എനിക്ക് I can say now I don't want to look anymore. I stopped learning and I've already started making money actually. അപ്പോൾ എന്തായാലും now I have more clarity and I have the confidence that whenever I'm in doubt I can always find support. You are always there by my side. So thank you so much for all the value added to me, to my life, and for my financial goals, and I think even for my personal growth as a person, because the principles that you have asked us to practice is for sure going to help me with my personal life also. So thank you so much for all the value added and for the continuing support. So God bless you. Thanks a lot. ഹലോ സർ, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം അടിപൊളിയായിരുന്നു. അങ്ങനെ സാധാരണ വെറുതെ അടിപൊളിയാവും എന്ന് പറയുന്ന പോലത്തെ അടിപൊളിയല്ല, അത് ശരിക്കും അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയേണ്ടത്, ഞാനെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് എൻ്റേതായ ഒരു ഇതിലേക്ക് അതിനെ വീണ്ടും റീറൈറ്റ് ചെയ്തെടുക്കണം. എനിവേ നോ പ്രോബ്ലം. അപ്പോൾ ഒന്നുകൂടി എനിക്കൊന്നുകൂടി റിഫ്രഷ് ആയ പോലെ തോന്നും. സൂപ്പർബ് എന്ന് പറഞ്ഞാൽ സൂപ്പർബ്. ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിനെ ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കിക്കാണാൻ എനിക്ക് പറ്റി തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ലക്കായിട്ടാണ് ഞാൻ കരുതുന്നത്. ബ്ലസ്ഡ് എന്ന് പറയാം. ഓക്കെ, പിന്നെ കുറേ ആൾക്കാർ വരട്ടെ. ഇനി മലയാളി മെയിനായിട്ട് ഇത് കേരളത്തിൻ്റെ ഒരു മലയാളി ഒരു ഗ്രൂപ്പായിട്ടല്ലേ ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ മലയാളം സംസാരിക്കുന്ന മലയാളികൾ കുറച്ചൊരു എന്താ പറയുക, സോഷ്യലിസ്റ്റ് മൈൻഡ് ആവുകൊണ്ട് അവർക്ക് മറ്റേ ഇതിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എനിവേ വരട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റിനെ ഞാൻ നോക്കിക്കാണുന്നത് ഇന്ന് വൈകുന്നേരം ഇവിടുത്തെ, അതായത് നാട്ടിലെ 7 മണിയോടുകൂടി എൻ്റെ ഇത് മാറിക്കളഞ്ഞു. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ അത് അവതരിപ്പിക്കാനും ഞങ്ങൾക്കിത് പറഞ്ഞു തരാനും സാറിന് തോന്നിയതിനും എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയതിനും താങ്ക്സ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയെല്ലാം ബാക്കി എൻ്റെ കയ്യിലല്ലേ, ഇത് കേട്ടിരുന്ന പഠിച്ച ആൾക്കാരുടെ കയ്യിലല്ലേ. അവരെങ്ങനെ പഠിക്കണം, എങ്ങനെ അത് ഉപയോഗപ്പെടുത്തണം, ജീവിതത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ഒരു റോഡ് മാപ്പ് കിട്ടി. ഇനി ഡിസിപ്ലിനോട് കൂടി അതിനെ, ഞാനൊക്കെ ഡിസിപ്ലിൻ വളരെ മോശപ്പെട്ട ഒരാളായിരുന്നു, ഇപ്പോൾ കുറച്ച് ബെറ്ററായിട്ട് വരുന്നു. അങ്ങനെ ബെറ്ററായിട്ട് വരുമ്പോഴാണ് ഞാനന്ന് ഇതിൽ പറഞ്ഞില്ലേ, ഇങ്ങനെ എന്താ പറയുക, ഇതിലെത്തിപ്പെടാനും ഇങ്ങനെ ഇതിൽ പങ്കെടുക്കാനൊക്കെ പറ്റിയത്. കാരണം നമ്മളത് അങ്ങനെ വേണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ വഴിക്കൂടെ എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ഞാൻ പറയേണ്ടത്, ഒരു 1000 താങ്ക്സ് അത്രേ പറയാനുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വഴിയെ നല്ലത് തോന്നിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് സജസ്റ്റ് ചെയ്ത് തന്നതിന് ദ സീക്രട്ട്, അത് ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം ഞാൻ ഇന്നലത്തോടു കൂടി അത് ഫിനിഷ് ചെയ്തു, 1 റൗണ്ട് ഫിനിഷ് ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറിച്ച് നോക്കലുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് സീക്രട്ട് ആദ്യം സജസ്റ്റ് ചെയ്യാനും പിന്നെ ആദ്യത്തെ വർക്ക്സ് എന്നുള്ളത് പറയാനും, എന്നിട്ടാണ് ലാസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലെ സ്ട്രാറ്റജി പഠിപ്പിക്കുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. അല്ലാണ്ട് വെറുതെ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എനിവേ താങ്ക് യു വെരി മച്ച് സർ. നമ്മളിനി ഉണ്ടാവില്ല, ഗ്രൂപ്പിലുണ്ടാവാൻ സംസാരിക്കാം. എനിക്ക് അതിൽ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ട്. ഡൗട്ടല്ല, അതിങ്ങനെ എഴുതി വെച്ചൊക്കെ ഇപ്പോൾ വായിച്ചു നോക്കുമ്പോൾ വേറെ മതിലെ തോന്നലൊക്കെ വരും. അപ്പോൾ അത് ഡൗട്ട് ചോദിക്കാം എല്ലാവരോടും. അത് പറഞ്ഞാൽ മതി, ഗ്രൂപ്പിൽ പറയൂ എല്ലാവരോടും ഡൗട്ട്. അപ്പോൾ എല്ലാവർക്കും പഠിക്കുകയും ചെയ്യാമല്ലോ, ആരും പെർഫെക്റ്റ് ഒന്നല്ലല്ലോ. Okay sir, thank you very much. I will not forget. This is, I think, going to be a turning point in my life. Not only in the money matter. Money definitely I'll make. Now I got a feeling I can make it. Before that I want to make it, but I don't know how. But now I have got a clear-cut roadmap. What to do, how to do, when to do, like that. Okay, thank you again sir. Thank you very much. Bye. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിനു വർഗീസ് എന്നാണ്. കൊല്ലം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. ഏറ്റവും സന്തോഷത്തോടും അഭിമാനത്തോടു കൂടിയാണ് ഈ വീഡിയോയ്ക്ക് മുമ്പാകെ അടുത്ത് വന്നിരിക്കുന്നത്. കാരണം 2024 ജനുവരി 14 ജീവിതത്തിലൊരു വലിയ ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഗിഫ്റ്റ് ഓഫ് ലൈഫ് ലോങ്. അത് ഞങ്ങളുടെ അധ്യാപകനായ അബി സാറാണ് ആ അറിവ് ഞങ്ങൾക്ക് പകർന്നു തന്നത്. ഞങ്ങൾ മൊത്തം 11 പേർക്കും ആ അറിവ് ലഭിച്ചു. അത് ഞങ്ങളെല്ലാവരും സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. ഷെയർ ട്രേഡിങ്ങിൻ്റെ
ഏറ്റവും ഉന്നതമായ ഒരു സ്ട്രാറ്റജി. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ സ്ട്രാറ്റജിയുടെ നിലവാരം. അത്രമാത്രം പവർഫുള്ളാണ് ആ ക്ലാസ് ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചത്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള അറിവ് ഈ കാലഘട്ടത്തിൽ പകർന്നു തരുവാൻ സാറ് കാണിച്ച ആ വലിയ മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായ എന്ത് കാര്യമാണെങ്കിലും, അറിവാണെങ്കിലും മറ്റുള്ള ഏത് അവസരമാണെങ്കിലും, അത് സെൽഫായിട്ട് എന്നിൽ മാത്രം അടങ്ങിയാൽ മതി എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നാമും ജീവിച്ചിരിക്കുമ്പോൾ ഈ അറിവൊക്കെയും മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുവാൻ സാറ് കാണിച്ച വലിയ മനസ്സിന് ഞങ്ങളെല്ലാവരും നന്ദി പറയുന്നു. ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചത് ഒരു വലിയ ഗിഫ്റ്റാണ്. ഷെയർ ട്രേഡിങ് മാത്രമല്ല, ഞങ്ങളെ അതിനു മുമ്പ് ആകെ വർക്ക്സ് എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ കൂടി ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ചിട്ടയായ നിലവാരത്തിൽ വേണം ജീവിക്കുവാൻ എന്നുള്ള ഒരു ബോധ്യം കൂടെ ഞങ്ങളെ പഠിപ്പിച്ച സാറാണ്. അത് ഞങ്ങൾ ജീവിതത്തിൽ മുഴുവനും സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ 11 പേരും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത്, ചാറ്റ് ചെയ്യുന്നത്. ആരും ഇതിൽ സെൽഫിഷ് ഇല്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ചുള്ള ഒരു ധാരണ ഞങ്ങൾ സ്വപ്നം കണ്ട് ഈ ജൈത്ര യാത്രയിൽ സാറിനോടൊപ്പം തുടർന്ന് വരും വർഷങ്ങളിൽ ഈ ഷെയർ മാർക്കറ്റിൻ്റെ ഏറ്റവും ഉന്നതമായ ആ ഒരു നിലവാരത്തിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി. അതിന് എല്ലാ ഭാവങ്ങളും ഞങ്ങൾ വിദ്യാർത്ഥികൾ സാറിന് ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സർ, ഗുഡ് മോർണിംഗ് സർ. സാറിൻ്റെ മെൻറ്റർഷിപ്പ് ക്ലാസ് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആകുമെന്ന് ഞാൻ കരുതുന്നു. കഠിനാധ്വാനത്തിൻ്റെ ഫലമായുണ്ടായ പൈസകൾ എങ്ങനെ ഷെയർ മാർക്കറ്റിൽ ധൈര്യപൂർവ്വം നിക്ഷേപിക്കുവാൻ കഴിയുമെന്നുള്ളതിനുള്ളൊരു ആത്മവിശ്വാസമാണ് സാറിൻ്റെ ക്ലാസ് തന്നത്. സാറിൻ്റെ കോഴ്സിൽ നിന്നും കിട്ടാത്ത അറിവുകൾ നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ ടെക്നിക്കൽ ഫണ്ടമെൻ്റൽ ഇതൊക്കെ നോക്കി ഷെയറുകൾ കണ്ടുപിടിക്കാനും ഞാൻ ശലം ബുദ്ധിമുട്ടിയിരുന്നു. എന്നാലും ഇപ്പം മെൻറ്റർഷിപ്പ് ക്ലാസ്സിൽ സാർ തന്ന സ്ട്രാറ്റജികൾ വളരെ വേഗത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. അത് ലൈഫ് ടൈം നമുക്കത് യൂസ് ചെയ്യാനും പറ്റും. എല്ലാ സംശയങ്ങളും ക്ഷമയോടെ ദൂരീകരിച്ചുകൊണ്ട് ഏകദേശം 10 മണിക്കൂറുകളോളം സാറ് ഞങ്ങൾക്ക് വേണ്ടി സാറിൻ്റെ വിലപ്പെട്ട സമയവും സാറ് കഠിനാധ്വാനത്തിലൂടെ നേടിയിട്ട അറിവും ഞങ്ങൾക്ക് വളരെ സൗജന്യപൂർവ്വം എന്ന് വേണം, ഒരു നിധി കിട്ടിയതുപോലെ സാർ പങ്കുവച്ചു എന്ന് വേണം പറയാനായിട്ട്. സാമ്പത്തികം മാത്രമല്ല, വർക്ക്സിലൂടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്താനും സാറിൻ്റെ ഈ കോഴ്സ് സഹായിച്ചു. ഇത്രയും നാൾ സ്റ്റോക്ക് കണ്ടുപിടിക്കേണ്ടതും അതിൽ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജിയും കണ്ടുപിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് വളരെ എളുപ്പത്തിലാക്കി തന്നു. സീക്രട്ട് എന്ന ബുക്കിൽ പറയുമ്പോൾ പ്രപഞ്ചമെല്ലാം തരുന്നതായി തോന്നുന്നു. ഏത് നിമിഷമാണോ സാറിൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണാൻ തോന്നിയത്, ആ നിമിഷത്തിന് ഞാൻ എല്ലാം തരുന്ന പ്രപഞ്ചത്തിനോട് കൃതജ്ഞതയുള്ളവനാണ്. എൻ്റെ സാമ്പത്തികമായി ഇനിയുണ്ടാകാനുള്ള ഉയർച്ചയ്ക്കും വ്യക്തി ജീവിതത്തിലെ മാറ്റങ്ങൾക്കും ജീവിതകാലം മുഴുവൻ ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. വളരെ നന്ദി സാർ. താങ്ക് യു. സാറേ, നമസ്കാരം. ഇന്ന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് എൻ്റെ ലൈഫിലെ. കാരണം നമ്മുടെ ലൈഫിലൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്ന സമയങ്ങളുണ്ടല്ലോ. അത് അങ്ങനെ ഒരു ദിവസമായിട്ട് ഞാനിതിനെ കാണുന്നു. കാരണം ഒരു നല്ല നോളജാണ് നമുക്ക് കിട്ടിയത്. ഇത് ഇനിയിപ്പോൾ പ്രായോഗികമായിട്ട് ഇതിനെ നടപ്പിലാക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മാനസികവും ശാരീരികവുമായ ഒരു ലെവലിനെ ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനുവേണ്ട ഗൈഡൻസ് ഒക്കെ സാറ് തന്നിട്ടുണ്ട്. വളരെ വളരെ ഉപകാരം, നന്ദി. ഇങ്ങനെയുള്ള നോളജുകളൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മളൊരു മിറാക്കിൾ തന്നെയായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇതൊരു എങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ടൊരു ഉയർച്ചയിലേക്ക് എത്താമെന്നുള്ളതിനുള്ളൊരു നല്ലൊരു ഗൈഡൻസ് ആണ്. കാരണം നമുക്ക് പല ജോലി ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ വേറെ വരുമാന മാർഗങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ
ഇതുപോലൊരു സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കാനുള്ളൊരു ഒരു നോളജ്, ഒരു ഗ്രേറ്റ് നോളജ്, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് തിങ്ങായിട്ട് ഞാൻ കാണുന്നു. സാറത് അവതരിപ്പിച്ച രീതിയും കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഞങ്ങളെ അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്ത മെത്തേഡും ഞാൻ കാര്യം അത്ര സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്ന കൂട്ടത്തിലായിരുന്നില്ല ഷെയർ മാർക്കറ്റിന്. അത് പക്ഷെ ഇപ്പോൾ കുറച്ച് സീരിയസ് ആവാനുള്ള ഒരു എന്താ പറയുക, എൻ്റെ ഒരു തീരുമാനം എന്നിലുണ്ട്. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായിരുന്നു. അവതരണ രീതിയും അതുപോലെ തന്നെ ആ സ്റ്റാർട്ടിങ് നമ്മൾ വിചാരിച്ചത് ഞാൻ ശരിക്കും വിചാരിച്ച ഈ നമ്മളെ എന്തിനാ ഇങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതൽ. ഇതിൽ ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ക്ലാസ് തുടങ്ങിയപ്പോൾ. കാരണം നമ്മളൊരു 7 മണിക്കൂറോളം ഇങ്ങനെ ഇരുന്നത് ക്ലാസ് കേട്ടിട്ടപ്പോൾ ആദ്യം. പക്ഷെ അവസാനമായപ്പോഴാണ് നമ്മളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായ ഒരു കാര്യം, നമ്മളിത് മൈൻഡ് ശരിയായാലാണ് നമുക്കിത് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു മെത്തേഡിൽ നിന്നുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ തിങ്ക് ചെയ്തപ്പോൾ നമ്മൾ പൈസ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മുടെ മൈൻഡ് സ്റ്റേബിൾ ആക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ എനിക്കിന്ന് മനസ്സിലായ പ്രധാന കാര്യം. സ്ട്രാറ്റജി ഒക്കെ ഓഫ് കോഴ്സ് ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ആണെങ്കിലും, കാരണം ആ സ്ട്രാറ്റജി ഒരു നമ്മളെ ഡെവലപ്പ് ചെയ്ത ശേഷം മാത്രമേ സ്ട്രാറ്റജി അത്ര നമുക്ക് വേണ്ടി സപ്പോർട്ടീവ് ആവുള്ളൂ എന്നുള്ള കാരണം കൊണ്ടാണ് സാർ ആ ഒരു രീതിയിൽ ക്ലാസ്സിൽ ഡെവലപ്പ് ചെയ്തെടുത്തതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. എന്തായാലും ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും എല്ലാവരും ബ്ലെസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ എത്തിച്ചേരാനും ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് വരാനുള്ള ഒരു അഡ്വൈസും അതിൻ്റെ ഒരു പാത്തൊക്കെ കിട്ടിയത്. എന്തായാലും വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. സാറ് അതിൻ്റെ റോഡ് മാപ്പ് തന്നു കഴിഞ്ഞു. ഇനി ഡ്രൈവ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണെന്ന് അറിയാം. അപ്പോൾ ഇത്രയും വലിയ നോളജ് തന്നതിൽ സാറിനോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഞാൻ സ്നേഹവും അറിയിക്കുന്നു. നന്ദി സാർ, നന്ദി. ഹായ് അഭി സാർ, താങ്ക് യു സോ മച്ച്. ഇത്രയും മനോഹരമായ ഒരു ക്ലാസ്, ഇത്രയും മനോഹരമായ അറിവുകൾ, നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന അറിവുകൾ വളരെ രസകരമായി ഞങ്ങളിലേക്ക് പകർന്നു തന്നതിന്. കാര്യം സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ ഒരു അടുത്ത സുഹൃത്തിനെ പോലെ കാണാൻ സഹായിക്കുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു സാറെന്ന് ഞങ്ങൾക്ക് തന്ന മെന്റർഷിപ്പ് ക്ലാസ്. സ്റ്റോക്ക് മാർക്കറ്റിനുള്ള പേടി കുറച്ച്, ഇനി അഥവാ മാർക്കറ്റ് ക്രാഷ് ഉണ്ടായാൽ പോലും അതിനെ എങ്ങനെയാണ് പുഞ്ചിരിയോടുകൂടി നേരിടേണ്ടത്, എന്തായിരിക്കണം മാർക്കറ്റ് ക്രാഷിന്റെ സമയത്ത് പോലും നമ്മൾ എടുക്കേണ്ട ആറ്റിറ്റ്യൂഡ് എന്ന് തുടങ്ങി സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ വേണ്ടുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ ഒരു ദിവസം നീളുന്ന ക്ലാസ് കൊണ്ട് ഞങ്ങളിലേക്ക് പകർന്നു തന്നതിന് ഒരുപാട് നന്ദി. ഇത് ഇനി ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ, ഇന്ന് ആ ക്ലാസ്സിൽ പങ്കെടുത്ത് ഞങ്ങൾ ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും തിളങ്ങുന്ന അധ്യായമായിരിക്കും, അല്ലെങ്കിൽ അത്രയും തീഷ്ണമായ വഴിവിളക്കായിരിക്കും അത്. ഈ വഴിവിളക്ക് ഏത് കൂരിരുട്ടിലും നന്നായി മിന്നിത്തിളങ്ങും. ഞങ്ങളെ വഴിതെറ്റാതെ കാലിടറി വീഴാതെ മുന്നോട്ട് കൊണ്ട് നടക്കാൻ ഈ വഴിവിളക്കുകൾ സഹായിക്കും. അത് അത്രയധികം മനോഹരമായിട്ട് ഞങ്ങളിലേക്ക് പകർന്നു തന്നതിന് സാർ ഒരുപാട് നന്ദി. ഹലോ, നമസ്കാരം അഭി സാർ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് താങ്ക് യു പറയാണ്. എന്നെ ഈ ഒരു മെന്റർഷിപ്പ് ക്ലാസ്സിന് വേണ്ടി തെരഞ്ഞെടുത്തതിന് ഒരു ബിഗ് താങ്ക് യു പറയാണ്. ശരിക്കും ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത്, ഞാനും എന്റെ ടീം മെമ്പേഴ്സും. ഫസ്റ്റ് തന്നെ സാർ ഒരു റിവ്യൂ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ക്ലാസ് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം റിവ്യൂ പറഞ്ഞപ്പോഴും ഇപ്പോൾ ഉള്ളതും ശരിക്കും പറഞ്ഞാൽ നമ്മളെ മൈൻഡ് സെറ്റ് മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. ട്രേഡിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് മാത്രമല്ല സാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലൈഫിനെ എങ്ങനെ നോക്കിക്കാണണം, നമ്മളിനി വരുത്തുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്, എല്ലാ കാര്യങ്ങളും സാർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊരു ബിഗ് താങ്ക് യു പറയാണ്. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സാർ ഒരു എന്താ പറയുക, ശരിക്കും ഒരു ട്രേഡിങ്ങിനെ കുറിച്ച് മാത്രം പറയുക എന്നുള്ളതല്ല സാർ അതിൽ ഉദ്ദേശിച്ചില്ല. കാരണം ട്രേഡിങ്ങിനെ കുറിച്ചുള്ള നമ്മൾ ഉച്ചയ്ക്കുള്ള സെഷനിലാണ് കാര്യമായിട്ട് എന്താ പറയാ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫസ്റ്റ് സാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അല്ലെ വർക്ക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിനൊക്കെ ബിഗ് താങ്ക് യു ഉണ്ട്. ഇപ്പൊ സാറിന് അറിയാലോ, എന്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ് എനിക്ക് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ഇന്നത്തെ ദിവസത്തിൽ ഞാൻ കറക്റ്റായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് വരുന്നുണ്ട്. ബാക്കി സാറിന്റെയും ബാക്കി ടീം മെമ്പേഴ്സ് ഒക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് അതിന് റിപ്ലൈ ചെയ്തിരുന്നതിൽ ഭയങ്കര ഒരു താങ്ക് യു ഉണ്ട്. കാരണം ആ മിസ്സായ കാര്യങ്ങളൊക്കെ എനിക്ക് റിക്കവർ ചെയ്തെടുത്തിട്ട് അത് ശരിക്കും പറഞ്ഞാൽ പഠിച്ച് അപ്ലൈ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ബാക്ക് സപ്പോർട്ട് അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഭയങ്കര താങ്ക് യു ഉണ്ട്. കാരണം നോർമലി പല ക്ലാസ്സുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ എന്താ പറയാ അത് വിട്ടു. പക്ഷെ അതങ്ങനെയല്ലാന്ന് എനിക്ക് ആദ്യമേ അറിയാം.
അത് കൂടാതെ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഒരു രക്ഷയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത്രയും സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താ പറയാ, ഞാൻ കുറച്ച് ചില സംശയങ്ങളൊക്കെ ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടി, പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് അത് പഠിപ്പിച്ചു തരാൻ ഓരോരുത്തരും എടുക്കുന്ന എഫേർട്ട് ഭയങ്കര വലുതാണ്. എന്താ പറയാ, ഇൻക്ലൂഡിങ് എബിസാർ എടുക്കും. അപ്പോ എന്താ റിജോ ബ്രോ, നോഫൽ ബ്രോ, ബാക്കി എല്ലാവരും ഓരോരുത്തർ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ കൂടി എല്ലാവരും അത്രയും സപ്പോർട്ടീവായിട്ടാണ് എന്താ റിപ്പീറ്റേഷൻ ആയിട്ടുള്ള നമുക്ക് വരുന്ന തെറ്റുകളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി ഒരു ബിഗ് താങ്ക് യു അഭിസാറിന് പറയാണ്. എന്നെയും എന്റെ ടീം മെമ്പേഴ്സിനെയും. ഞങ്ങളിപ്പോ ഒരു ടീമാണ്, നമ്മളിപ്പോ ഒരു ടീമായിട്ട് എന്താ പറയാ വലിയൊരു മില്യണർ മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ അതില് ഒരു ഭാഗവാക്കാക്കാൻ കഴിഞ്ഞു. ഇതിൽ തീർച്ചയായിട്ടും ഒരു ഭയങ്കര ഒരു യൂണിവേഴ്സിനോടും സാറിനോടും എല്ലാരോടും എനിക്ക് ഭയങ്കര ഒരു ഗ്രേറ്റ്നെസ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അതെന്തായാലും ഇനി ഉണ്ടാവും. അപ്പോ ഇനിയും നല്ല രീതിയിൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ ദിവസമാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ് കറക്റ്റ് നോക്കുകയും അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്നാണ്. ബാക്കി വർക്ക്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പൈപ്പ് ലൈനിലാണ്. ഞാൻ ഇന്നലെ തൊട്ട് അതിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള പാത്തിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. സാറിന് പറയാലോ, എന്റെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര പ്രോപ്പർ ആയിട്ട് വരുന്നേ ഉള്ളൂ. അതിന്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും തിരിച്ചു വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ ശരിക്കും പറഞ്ഞ ശരിക്കും ബോട്ടം ഓഫ് ഹാർട്ട് എന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരു ഫിൽട്ടർ ഇല്ലാതെ ശരിക്കും എന്റെ ഒരു ചേട്ടനോട് അല്ലെങ്കിൽ എന്റെ ഒരു മെന്ററോട് കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ ഒരിക്കൽ കൂടി എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല. ഒരിക്കൽ കൂടി ഒരു ബിഗ് താങ്ക് യു സാർ. ഫസ്റ്റ് ഓഫ് ഓൾ സാറിനൊപ്പം ഒരു മെന്റർ കിട്ടിയതും അതുപോലെ തന്നെ ഈ ടീം മെമ്പേഴ്സ്, ഇത്രയും അടിപൊളി ടീം മെമ്പേഴ്സ് എന്ത് പറയാനാണ്. അപ്പൊ അതിനും ഭയങ്കര ഒരു ബിഗ് താങ്ക് യു ഉണ്ട്. ഇനി എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ 1 CR എന്നുള്ള ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യും. അതിനുശേഷം നമ്മൾ 100 CR എന്നുള്ള ടാർഗറ്റിലേക്കുള്ള നമ്മളുടെ യാത്ര എന്തായാലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്റെ ഭാഗത്ത് നിന്ന് വേണ്ട എല്ലാ എഫേർട്ടുകളും ഞാൻ തീർച്ചയായിട്ടും എടുക്കും. അപ്പം വൺസ് അഗൈൻ വൺസ് അഗൈൻ താങ്ക് യു സാർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് അഭിലാഷ് സാർ. ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടുപോയി. പിന്നെ ചെറിയ ക്ഷീണമായി. എന്തായാലും 8 മണിക്കൂറോളം നീണ്ടു നിന്ന് ഇന്നലത്തെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. പുതിയ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടും സ്റ്റഡി ആയിട്ടും സന്തോഷകരമായിട്ടും എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ അഭിമുഖീകരിക്കും എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും അതിൽ വളരെയധികം നന്ദിയുണ്ട്. ഇത് എനിക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നുള്ള കാര്യത്തിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് എനിക്കൊരു 100-ലധികം സ്റ്റോക്കുകളുണ്ട്. 100-150 ഉണ്ടാകുമെന്ന് വിചാരിക്കണം. എണ്ണി നോക്കിയിട്ടില്ല. 4 അക്കൗണ്ടുകളിലായിട്ടാണ് ഉള്ളത്. അത് ഇങ്ങനത്തെ മൊത്തമായിട്ട് എല്ലാം മാറ്റുമ്പോൾ ഉണ്ടാകുന്നൊരു ഇൻകം ടാക്സ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒക്കെ മാറ്റുമ്പോൾ 15 ലക്ഷം രൂപ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല എന്നുള്ളൊരു പ്രോബ്ലം എൻ്റെ മുന്നിലുണ്ട്. അപ്പോഴതെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ചെറിയ സംശയമുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ട്രേഡ് വരുന്നതിനനുസരിച്ച് എടുത്താലോ ഈ പുതിയ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് ട്രേഡുകൾ ഓപ്പൺ ആകുന്നതനുസരിച്ച് എടുക്കണോ എന്നുള്ള കാര്യം, എത്ര ട്രേഡ് നമുക്ക് അവൈലബിൾ ആകും, ഒരു മാസത്തിൽ എത്ര ട്രേഡ് അവൈലബിൾ ആകും, അതിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളിലാണ് എനിക്ക് കൂടുതലായിട്ട് സംശയമുള്ളത്. എങ്കിൽ പോലും ഈ രീതിയിൽ ഇന്നലത്തെ ക്ലാസ് അനുസരിച്ച് ജീവിതം മാറ്റുന്നതിന് ഞാൻ തയ്യാറാണ്. എല്ലാവിധ സഹകരണങ്ങൾക്കും നന്ദി. താങ്ക്സ്.